പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 21 വരെയുള്ള തിരുവചനമാണ് മനസ്സിലാക്കിയത്. നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 15:22 മുതൽ നമുക്ക് മനസ്സിലാക്കാം. ഈ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വായിക്കാം. തലയോടിടം എന്ന് അർത്ഥമുള്ള ഗോൽഗോഥായിൽ അവർ അവനെ കൊണ്ടുവന്നു. മീറ കലർത്തിയ വീഞ്ഞ് അവർ അവന് കൊടുത്തു. അവനത് കുടിച്ചില്ല. പിന്നീട് അവർ അവനെ കുരിശിൽ തറച്ചു. അതിനുശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ച് ഓരോരുത്തരും എടുക്കേണ്ട വീതത്തിന് കുറിയിട്ടു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. യഹൂദരുടെ രാജാവ് എന്ന് അവൻ്റെ പേരിൽ ഒരു കുറ്റപത്രവും എഴുതി വച്ചിരുന്നു. അവനോടുകൂടെ 2 കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു. ഒരുവനെ അവൻ്റെ വലത്തുവശത്തും അപരനെ ഇടത്തുവശത്തും. അതിലെ കടന്നുപോയവർ തലകുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക. കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. അതുപോലെ തന്നെ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും പരിഹാസപൂർവം പരസ്പരം പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഞങ്ങൾ കണ്ടു വിശ്വസിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു. തലയോടിടം എന്ന് അർത്ഥമുള്ള ഗോൽഗോഥായിൽ അവർ അവനെ കൊണ്ടുവന്നു. ഇത് ജെറുസലേമിൻ്റെ നഗര കവാടങ്ങൾക്ക് വെളിയിലാണ്. അപ്പോൾ 2 കാരണങ്ങളാണ് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുന്നതിൻ്റെ കാരണം. ഒന്ന്, പബ്ലിക് അറ്റൻഷൻ ഒഴിവാക്കാൻ വേണ്ടി കുരിശിൽ തറയ്ക്കുന്ന സമയത്ത്. രണ്ടാമത്തേത്, അവർ എല്ലാവരും കാണുന്ന ഒരു സ്ഥലത്ത്, ഒരു ഉയർന്ന സ്ഥലത്താണ് കുരിശിൽ തറച്ച് കൊല്ലുന്നത്. അതെല്ലാവർക്കും ഒരു ഡിസ്പ്ലേ ആയിട്ട് കിടക്കുന്നതിനും ഒരു പാഠമാകുന്നതിനും വേണ്ടിയാണ്. കുറ്റവാളികൾ ഇനിയും ഉണ്ടാകാതിരിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ ശിക്ഷാ നടപടിയുടെ ഒരു ഭാഗമാണ് ഒരു ഉയർന്ന സ്ഥലത്ത്, എല്ലാവരും കാണുന്ന സ്ഥലത്ത്. ഈ തലയോടിടം എന്ന് ആ സ്ഥലത്തെ വിളിച്ചതിന് 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഇഷ്ടംപോലെ കൊല്ലപ്പെട്ടവരുടെ തലയോട്ടികൾ നിറഞ്ഞു കിടന്ന സ്ഥലം. രണ്ടാമത്തേത്, ഇതൊരു കുന്നാണ്. ആ കുന്നിന് ഒരു തലയോട്ടിയുടെ ഷേപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ തലയോടിടം എന്ന് വിളിച്ചതെന്നും പറയുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ 23, മീറ കലർത്തിയ വീഞ്ഞ് അവർ അവന് കൊടുത്തു. അവനത് കുടിച്ചില്ല. സുഭാഷിതം 31, 6-7 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അമിത ദുഃഖത്തിൽ അകപ്പെട്ടവന് ദുഃഖം മറക്കാൻ വേണ്ടി വീഞ്ഞും ലഹരി പാനീയങ്ങളും കൊടുക്കുക. അപ്പോൾ അത് ആ കാലത്തെ ജനങ്ങളുടെ ഒരു രീതിയാണ്. എന്താണ്? ദുഃഖത്തിൽ അകപ്പെട്ടവന്, വലിയ പീഡാനുഭവത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്നവൻ്റെ വേദന മറക്കാൻ വേണ്ടി അവന് വീഞ്ഞ് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് അവർ മീറ കലർത്തിയ വീഞ്ഞ് അവന് കുടിക്കാൻ കൊടുക്കുന്നത്. അവൻ്റെ വേദന അല്പം ശമിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാവണം. പക്ഷേ ഈശോ അത് സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ ഈ സുവിശേഷം അനുസരിച്ച് കർത്താവ് അത് സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സുബോധത്തോടെ സഹിക്കണമെന്ന് യേശുവിന് നിർബന്ധമുണ്ട്. കർത്താവ് ഈശോ മിശിഹായ്ക്ക് നിർബന്ധമുണ്ട്. സഹിക്കുമ്പോൾ സുബോധത്തോടെ സഹിക്കണം. ഒരു ലഹരി പാനീയം നുകർന്നതിന് ശേഷം ഉണ്ടാകുന്ന അബോധാവസ്ഥയിൽ ആവരുത് താൻ സഹിക്കുന്നതെന്ന് യേശുവിന് നിർബന്ധമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിർണായകമായ പല പ്രസ്താവനകളും കുരിശിൽ നിന്ന് ഇനി ഉയരുന്നുണ്ട്. കർത്താവ് ഈശോ മിശിഹാ വളരെ ഗൗരവമുള്ള പല കാര്യങ്ങൾ ഇനിയാണ് പറയുന്നത്. മാത്രമല്ല, അമ്മ താഴെ നിൽപ്പുണ്ട്. അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കണം. ഉത്തരവാദിത്തങ്ങൾ പലതും ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അതുകൊണ്ട് ഈ ലഹരി നുകർന്ന് ബോധം മറയാൻ യേശു ആഗ്രഹിച്ചില്ല. അപ്പോൾ മീറ കലർത്തി വീഞ്ഞ് അവർ അവന് കൊടുത്തു. അവനത് കുടിച്ചില്ല. പിന്നീട് അവർ അവനെ കുരിശിൽ തറച്ചു. വായിച്ച അടുത്തത്, അതിനുശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ച് ഓരോരുത്തരും എടുക്കേണ്ട വീതത്തിന് കുറിയിട്ടു. അപ്പോൾ ഈ മർക്കോസിൻ്റെ വിവരണം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹം ഈ ന്യൂസ് പ്രസൻറ്റ് ചെയ്യുന്നത് പോലാണ്. കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് പോകുന്ന രീതിയാണ് മർക്കോസിൻ്റെ രീതി. അപ്പോൾ ഇവിടെ കുരിശിൽ തറച്ചു. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഒരൊറ്റ സെൻറ്റൻസിൽ മർക്കോസ് വിവരിച്ചിരിക്കുന്നത്. അവർ അവനെ കുരിശിൽ തറച്ചു. പിന്നെ അവർ ചെയ്യുന്നത്, അവൻ്റെ വസ്ത്രങ്ങൾ അവർ പങ്കിട്ടെടുത്തു. വസ്ത്രങ്ങളെന്ന് പറയുമ്പോൾ കർത്താവ് ഈശോ മിശിഹായുടെ വസ്ത്രങ്ങൾ വില കൂടിയ വസ്ത്രങ്ങളായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും നമുക്കറിയാൻ പാടില്ല.
പക്ഷേ അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്താണ്? കർത്താവ് വളരെ നല്ല വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അല്ലെങ്കിൽ ഈ പട്ടാളക്കാർ ഒരു കീറിപ്പറിഞ്ഞ ഭിക്ഷക്കാരൻ്റെ വസ്ത്രത്തിന് വേണ്ടി കുറിയിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. കാരണം ഓൾറെഡി അവരൊക്കെ അത്യാവശ്യം നല്ല വസ്ത്രങ്ങളുള്ള ആളുകളാണ് പട്ടാളക്കാർ. അപ്പോൾ അവർ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത കണ്ടിട്ടാവണം അവർ ആ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നത്. അപ്പോൾ ഈശോയുടെ വസ്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, ഒരു മേലങ്കി, പിന്നെ അരക്കെട്ട്, പിന്നെ ഒരു തലപ്പാവ് പറഞ്ഞാൽ തലയിൽ മൂടുന്ന ഒരു തുണി. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും മിനിമം കർത്താവിനുണ്ടായിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവർ കുറിയിട്ടു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവർ അവനെ കുരിശിൽ തറച്ചു. അതിനുശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ച് ഓരോരുത്തരും എടുക്കേണ്ട വിധത്തിന് കുറിയിട്ടു. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ കുരിശ് ഇങ്ങനെ കിടക്കുകയാണ്. ആ കുരിശിൽ ലോകത്തിൻ്റെ രക്ഷകൻ തൂങ്ങിക്കിടക്കുന്നു. അതിന് ഏതാണ്ട് 5-6 അടി താഴെ അവർ ഗാമ്പിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ നറുക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. നറുക്കിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കീറ് വസ്ത്രത്തിന് വേണ്ടിയിട്ടാണ് നറുക്കിടുന്നത്. ഒരു 4-5 അടി മുകളിൽ ലോകത്തെ ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യം തൂങ്ങിക്കിടക്കുന്നത് അവരറിയുന്നില്ല. ഒരു താഴെ ഈ തുണിക്ക് വേണ്ടി കുറിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രാജഡി. മനസ്സിലാവുന്നില്ലേ? നമ്മൾ ഈ പെറ്റി നിസ്സാരമായ വില കുറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മീതെ വിലപ്പെട്ട ഒന്ന് തൂങ്ങിക്കിടക്കുന്നത് നമ്മൾ കാണുന്നില്ല. നമ്മൾ കലഹിക്കുമ്പോഴോ പരാതിപ്പെടുമ്പോഴോ ഒക്കെ എല്ലാം എന്തിനു വേണ്ടിയാണ്? ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാ കലഹങ്ങളും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പ്രമാദമായതോ പ്രധാനപ്പെട്ടതോ ആയ കാര്യങ്ങൾക്ക് വേണ്ടി അല്ല നമ്മൾ വഴക്കിട്ടതൊന്നും. ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ആ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വഴക്കിടുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയൊരു കാര്യമാണ്. ഇങ്ങനെ ഈ നാളുകളിലൊരു സംഭവം ഉണ്ടായി. അതായത് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ, ഈ ശുശ്രൂഷ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരാൾ വീട് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീട് പണിതുകൊണ്ടിരിക്കുമ്പോൾ അവസാനമൊക്കെ ആയപ്പോഴേക്കും നല്ല ടൈറ്റായി, ഒട്ടും പൈസ ഇല്ലാതായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് പൈസ നമുക്ക് എവിടുന്നെങ്കിലും ഇങ്ങനെ കടമായിട്ടൊക്കെ സംഘടിപ്പിക്കാം, എന്നിട്ട് നീ പെട്ടെന്ന് തീർക്ക്. അപ്പോൾ അങ്ങനെ നല്ല ടൈറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വീടിൻ്റെ മുറ്റം ചെയ്യാൻ വേണ്ടി അഡ്വാൻസ് വാങ്ങിച്ചിരുന്ന ആൾ പറ്റിച്ചിട്ട് പോയി. 50,000 രൂപ പറ്റിച്ചു. അപ്പോൾ ഇവൻ എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ 50,000 രൂപ പറ്റിച്ചിട്ട് പോയി, എന്തു ചെയ്യും? അപ്പോൾ എല്ലാവരും പറയുന്നു അവൻ്റെ വീട്ടിൽ ചെല്ലണം, ചോദിക്കണം, കേസ് കൊടുക്കണം. അപ്പോൾ ഇയാളിങ്ങനെ പറ്റിച്ചിട്ട് പോയത് മാത്രമല്ല, ഇയാളുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അവനെ ജയിലിൽ അടയ്ക്കാനുള്ള ദേഷ്യം വരികയും ചെയ്യും. പറ്റിച്ചിട്ട് പോയതിലല്ല സങ്കടം. ഇപ്പം ഞങ്ങൾ പാലായിൽ കൺവെൻഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇങ്ങനെയാണ് എന്നാ ചെയ്യുന്നത്, കേസ് കൊടുക്കാൻ പറയുകയാണ് എല്ലാവരും. കാരണം 50,000 രൂപ കേൾക്കുമ്പോൾ ഒരു ചെറിയ തുകയാണേലും ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ അവസാന നിമിഷം വലിയ തുകയാണത്. അപ്പം ഞാൻ പറഞ്ഞു, നീ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾ കേസ് കൊടുക്കാൻ നമുക്ക് വകുപ്പില്ല, നമുക്കതിന് അനുവാദമില്ല. അപ്പം നീ ദൈവവേല ചെയ്യുന്ന ഒരാളാണ്, നിനക്ക് കേസ് കൊടുക്കാൻ അനുവാദമില്ല. അപ്പോൾ എന്തു ചെയ്യും? ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ നിൻ്റെ സ്വകാര്യമായ കാര്യങ്ങളിൽ, നിൻ്റെ പ്രൈവറ്റ് വിഷയങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല, നീ തീരുമാനം എടുത്തോളുക. എന്നോട് അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. നമുക്ക് പെർമിഷൻ ഇല്ല കേസ് കൊടുക്കാൻ ഒരു കാര്യത്തിൻ്റെ പേരിലും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും? ഞാൻ പറഞ്ഞു, നീ ഈശോയോട് ചോദിക്കുക. അങ്ങനെ അവൻ കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് ദൈവമേ സംസാരിക്കണേന്ന് പറഞ്ഞ് വചനം തുറന്നു. അപ്പോൾ അവന് കിട്ടുന്ന വചനം ഇങ്ങനെയാണ്: നീ അവനെ ഒരു ശത്രുവായിട്ട് പരിഗണിക്കരുത്, സ്നേഹിതനായിട്ട് കണ്ട് ഉപദേശിക്കണം. അവന് ലജ്ജയൊന്നും ഉണ്ടാവാതിരിക്കേണ്ടതിന് നീ അവനെ ശത്രുവായിട്ട് പരിഗണിക്കാൻ പാടില്ല. അവനൊരു സ്നേഹിതനായിട്ട് കണ്ട് ഉപദേശിക്കുകയും ചെയ്യാവൂ. അവനെ അങ്ങനെ നേടാൻ സഹായിക്കുക. അങ്ങനെ എന്തോ അർത്ഥം വരുന്ന വചനമാണ് ഇവന് കിട്ടുന്നത്. അപ്പോൾ എന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചു വെച്ചാൽ ഇങ്ങനെ കിട്ടിയത് തന്നെ. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്നെ പറയാനാ, ഇനി ഒന്നും ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ്. 50,000 രൂപ അതിപ്പോൾ പോട്ടെ നോക്കാം, അല്ല എന്നെ ചെയ്യുന്നേ. ഞാൻ പറഞ്ഞു, കുറച്ച് പൈസ അവിടുന്ന് ഇവിടുന്നൊക്കെ സംഘടിപ്പിച്ച് എങ്ങനെയൊക്കെ തീർക്കാം, സാരമില്ല. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ വിളിച്ചിട്ട്, കേസ് കൊടുക്കുന്നില്ല തീരുമാനിച്ചു, അത് പോട്ടെന്ന് വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ വലിയൊരു അത്ഭുതം ഉണ്ടായി. എന്താ? അതായത് കുറേ നാളുകളായിട്ട് വിളിക്കാതിരുന്ന ഒരാൾ, വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് വീട്ടിലെ, പെട്ടെന്ന് വിളിച്ചിട്ട്, വീട് പണി ആണല്ലോ, തീരാറായോ, ഒരു 5 ലക്ഷം രൂപ നിൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. 10 ഇരട്ടി ഫ്രീ ആയിട്ട്.
അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ എനിക്കിത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിപ്പോയി ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ, കണ്ടോ, ഒരു 50,000 വേണ്ടി വഴക്കിടുമ്പോൾ 5 ലക്ഷമാണ് ഈ മിസ്സാവാൻ പോണേ എന്ന് പറഞ്ഞതുപോലെ. ഇപ്പോൾ ഭൗതിക കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുന്നുള്ളതുകൊണ്ട് ആ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കുറിയിടുകയും തർക്കിക്കുകയും വഴക്കിടുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത് വലിയ കാര്യമാണ്. നമ്മൾ ഓർക്കേണ്ടത്, ഓരോ ചെറിയ കാര്യത്തിനും വേണ്ടി നമ്മൾ വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഏതാനും കാതം ദൂരെ, കയ്യെത്തും ദൂരത്ത് രക്ഷകനെ നമ്മൾ മിസ് ചെയ്യുകയാണ്. അതാണ് ഈ പട്ടാളക്കാർക്ക് സംഭവിച്ചത്. അവർ ആർത്തിയോടെ ഈ കീറ്റത്തുണിക്ക് വേണ്ടി കുറിയിട്ടുകൊണ്ടിരിക്കുമ്പോൾ തലയ്ക്ക് മീതെ തൂങ്ങിക്കിടന്ന രക്ഷയുടെ വാഗ്ദാനം അവർ കാണാതെ പോവുകയാണ്. അതാണ് ഈ ഭാഗം നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യം. ഓക്കെ, അപ്പോൾ അവർ അവനെ കുരിശിൽ തറച്ചു. അതിനുശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ച് ഓരോരുത്തരും എടുക്കേണ്ട വീതത്തിന് കുറിയിട്ടു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. 3-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ 9 മണിയാണ്. ഈ ബൈബിളിലെ മണിക്കൂർ മനസ്സിലാക്കാൻ എളുപ്പ വഴി രാവിലെ 6 മണിയുമായിട്ട് അതിനെ കൂട്ടിയാൽ മതി. നമ്മുടെ രാവിലത്തെ 6 മണിയായിട്ട്. അപ്പോൾ 3-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ 6 × 3 = 9 മണി. 6-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ 6 × 6 = 12 മണി. 9-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3 മണി, ഉച്ച കഴിഞ്ഞ് 3 മണി, 15, 3 മണി. അപ്പോൾ ഈ 3-ാം മണിക്കൂർ 9 മണിക്കാണ് യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നതായി മർക്കോസ് പറയുന്നത്. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. 26 വായിച്ചേ. യഹൂദരുടെ രാജാവ് എന്നവൻ്റെ പേരിൽ ഒരു കുറ്റപത്രവും എഴുതി വെച്ചിരുന്നു. അപ്പോൾ ചാർജ് ഷീറ്റ് ഇതാണ്. എന്താണ് ചാർജ് ഷീറ്റ്? യഹൂദരുടെ രാജാവ്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, അത് ദാറ്റ് ഈസ് ആൻ ഐറോണിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. അതൊരു വിരോധാഭാസം പോലെ അവൻ്റെ തലയ്ക്ക് മീതെ എഴുതി വെച്ചിരിക്കുകയാണ്. അവനെ പരിഹസിച്ചുകൊണ്ട് എഴുതി വെച്ചതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം അനുസരിച്ച് യേശുവിൻ്റെ സിംഹാസന ആരോഹണവും കിരീടധാരണവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യേശു രാജാവായി മാറുകയാണ്. പ്രപഞ്ചത്തിൻ്റെ പാപത്തെ തോൽപ്പിച്ച് പിശാചിനെ പരാജയപ്പെടുത്തി പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവമക്കളെ വിമോചിപ്പിച്ച് ദൈവരാജ്യം സ്ഥാപിക്കുന്ന യേശുവിൻ്റെ രാജവാഴ്ച, രാജകീയ സിംഹാസനത്തിൽ അവരോധിക്കപ്പെട്ട ആ നിമിഷമാണിത്. അവൻ കിരീടധാരണം നടത്തുന്ന നിമിഷമാണിത്. അതാണ് അവൻ്റെ തലയ്ക്ക് മീതെ എഴുതി വെച്ചിരിക്കുന്നത്, യഹൂദരുടെ രാജാവ്. 27 വായിച്ചേ. അവനോടുകൂടെ 2 കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു, ഒരുവനെ അവൻ്റെ വലത്തുവശത്തും അവരനെ ഇടതുവശത്തും. അതാരാണ്? ബറാബാസിൻ്റെ കൂടെ കുറ്റകൃത്യങ്ങൾ നടത്തിയിരുന്ന, കലാപത്തിന് ജനത്തെ പ്രേരിപ്പിച്ച് കലാപം നടത്തിയിരുന്ന ആളുകളാണ് അത്. അപ്പോൾ 2 കവർച്ചക്കാരെ അവർ കുരിശിൽ തറച്ചു, ഒരുവനെ വലതുവശത്ത് അവരനെ ഇടതുവശത്ത്. 29 വായിക്കാമോ? അതിലെ കടന്നുപോയവർ തലകുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ച് പറഞ്ഞു, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, കുരിശിൽ നിന്നിറങ്ങി വരിക. അതുപോലെ തന്നെ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും പരിഹാസപൂർവം പരസ്പരം പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഞങ്ങൾ കണ്ടു വിശ്വസിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവനെ പരിഹസിച്ചു. 3 കൂട്ടരാണ് യേശുവിനെ പരിഹസിക്കുന്നത്. ആരൊക്കെയാണ്? ഒന്ന്, വഴിപോക്കർ തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു. ഇതുപോലെ സെൻറ്റൻസ് നമ്മൾ വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ജെറുസലേം തകർന്നു കിടക്കുമ്പോൾ ജെറുസലേമിലെ നഗരവീഥികളിലൂടെ, സിയോൻ്റെ നഗരവീഥികളിലൂടെ നടന്നു പോകുന്ന വഴിപോക്കർ തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഒരു കാലത്ത് പ്രതാപശാലിയായി വാണിരുന്ന നഗരം ഇതാ നിലംപതിച്ചിരിക്കുന്നു. അപ്പം അതിൻ്റെ ഒരു റെമനീഷ്യൻസ് പോലെ, ഒരു ഓർമ്മ പോലെ ഇവിടെ കർത്താവ് യേശു മിശിഹാ കുരിശിൽ കിടക്കുമ്പോൾ ഒന്നാമത് പരിഹസിക്കുന്നത് വഴിപോക്കരാണ്. ഈ വഴിപോക്കർക്ക് വല്ലതും അറിയാവോ? ഈ കാര്യത്തെക്കുറിച്ച് ഏറ്റവും കുറച്ച് ഇൻഫർമേഷനുള്ള ആളുകളാണ് ആര്? വഴിപോക്കർ. സത്യം പറഞ്ഞാൽ ഇവർ എന്തെങ്കിലും അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ എപ്പോഴും കൂടുതൽ അഭിപ്രായം പറയുന്ന ആരാണ്? ഒരു വിഷയത്തെക്കുറിച്ച് അറിയാത്തവരാണ്, അല്ലേ? പത്രമൊക്കെ വായിച്ചിട്ട് എന്നാ അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്നത്, അല്ലേ? ഒന്നും അറിയാം, അതിൻ്റെ വിശദാംശവും ഒന്നും അറിയാൻ പാടില്ല. നമ്മളങ്ങനെയാണ്, നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴമായ അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളാണ് നമ്മൾ. വഴിപോക്കർ, ഇതിനോടൊന്നും ഒരു ബന്ധമില്ലാത്ത ആളുകൾ അവനെ പരിഹസിച്ചിട്ട് അവർ പറയുകയാണ്, എന്താ പറയുക? ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, കുരിശിൽ നിന്നിറങ്ങി വരിക. പിന്നെ അടുത്തത് അവനെ പരിഹസിക്കുന്ന പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും, അതായത് മത നേതാക്കന്മാർ അവനെ പരിഹസിക്കുകയാണ്. ഈശോ രണ്ടാമതായിട്ട് ഇവർ പരിഹസിക്കുന്നു. അവർ പരിഹസിക്കുന്നത് എന്താണ്? തന്നെ ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. അതല്ലേ ഞാൻ ഊരുക്കന്മാരാരേലും ആശുപത്രിയിലായാലും ഉടനെ പറയും,
അതാണ്ട് എല്ലാവരും സുഖപ്പെടുത്തിയിരുന്ന ആൾ താണ്ട് കൊറോണ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇത് പണ്ട് മുതലേ ഉള്ള ഒരു ആക്ഷേപമാണ്. എന്താണ്? ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, സ്വയം രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഇനി അടുത്തത്, ഞങ്ങൾ കണ്ടു വിശ്വസിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു. നമ്മൾ ഈ വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്നില്ല ബൈബിളിൽ, എന്നാൽ വലതുഭാഗത്തെ കള്ളൻ യേശുവിനെ ഏറ്റുപറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ മർക്കോസ് കൂടെ വായിച്ചിട്ട് നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ആദ്യം രണ്ടു കൂട്ടരും ഇവനെ പരിഹസിച്ചു. പിന്നീടാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുത്തിന് പശ്ചാത്താപം ഉണ്ടാവുന്നത്. അവന് കാര്യങ്ങൾ എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന് അവന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ മൂന്ന് കൂട്ടർ യേശുവിനെ പരിഹസിച്ചു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഈ യഥാർത്ഥത്തിൽ മനുഷ്യരുടെ വേദന അവരുടെ ശാരീരിക വേദനകളല്ല, മാനസിക വേദനകളല്ല. അതിനേക്കാളും വലിയ വേദന എന്താ? ഇതിനെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന അഭിപ്രായമാണ്. രോഗമല്ല പലരുടെയും പ്രശ്നം, രോഗത്തെക്കുറിച്ചുള്ള കമൻ്റാണ് പ്രശ്നം. ശരിയല്ലേ? നമ്മുടെ വേദന യഥാർത്ഥത്തിൽ ഇപ്പോൾ ശരീരത്തിൽ ഇപ്പോൾ നമുക്ക് ഒരാൾ ഒരൊറ്റ അടി അടിച്ചു. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എനിക്ക് ഒരാൾ ഒറ്റ അടി അടിച്ചു. അടിയല്ല എൻ്റെ പ്രശ്നം. നിങ്ങൾ പറഞ്ഞ കമൻ്റാണ്. എന്താ പറഞ്ഞ്? അല്ലെങ്കിൽ ഒരെണ്ണം കിട്ടേണ്ടതായിരുന്നു, കുറച്ച് നേരത്തെ കിട്ടേണ്ടതായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ നോവിക്കുന്നത്. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ പരിഹാസം വളരെ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ ഈ പരിഹാസകരെ യേശയ്യ ഉപയോഗിക്കുന്നൊരു വാക്ക്, ഈ സ്വൈരിണിയുടെ പുത്രന്മാരെ, ആഭിചാരകന്മാരുടെ പുത്രന്മാരെ, നിങ്ങൾ ആരെയാണ് പരിഹസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് യേശയ്യ ചോദിക്കുന്നത്. ഈ പരിഹാസം ദൈവം വെറുക്കുന്ന തിന്മകളിലൊന്നാണ്. പരിഹാസം എന്ന് പറഞ്ഞാൽ നിർദോഷമായ കമൻറ്റുകളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് മനുഷ്യർ വേദനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വേദന വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള പരിഹാസം, കുത്തുവാക്കുകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഈ വേദനയെ, യേശുവിൻ്റെ ശാരീരിക വേദനയെ അതിലംഘിക്കുന്ന ഒരു മാനസിക വേദന ഈ പരിഹാസം യേശുവിന് കൊടുക്കുകയാണ്. ഇവിടെ യേശുവിൻ്റെ രണ്ട് വശത്തും രണ്ട് കള്ളന്മാർ കിടക്കുകയാണ്. നിങ്ങൾ സൂക്ഷിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരും, ഈ സ്ഥാനം കൊതിച്ച രണ്ട് പേര് യേശുവിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആരാണത്? യാക്കോബും സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും. അവർ രണ്ടുപേരും ഈ സ്ഥാനം ആഗ്രഹിച്ചിരുന്നവരാണ്. പക്ഷെ അവർക്ക് അറിയാൻ പാടില്ലായിരുന്നു. ചോദിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അതിങ്ങനെ അവൻ കുടിക്കുന്ന പാനപാത്രം, ഈ ദൈവകോപത്തിൻ്റെ, ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ പാനപാത്രം കുടിച്ച് യേശു കുരിശിൽ കിടക്കുന്ന സമയത്ത് അവൻ്റെ സഹനത്തിൽ പങ്കുചേരാനുള്ള ക്ഷണമാണ് തങ്ങൾ ചോദിക്കുന്നതെന്ന് അവർക്കറിയാൻ പാടില്ലായിരുന്നു. അവരെന്തോ സ്ഥാനമാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ കള്ളന്മാർ കിടന്നതുപോലെ കിടക്കാനാണ് യഥാർത്ഥത്തിൽ ഈശോയുടെ ഇടത്തും വലത്തും ഇരിക്കാൻ ചോദിച്ചപ്പോൾ അവർ ആവശ്യപ്പെട്ടതെന്ന് അവർക്കറിയാൻ പാടില്ലായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആരൊക്കെ ഇത് ചോദിച്ചത്? യാക്കോബും യോഹന്നാനും. അവർക്കത് കിട്ടിയോ? അതായത് യേശുവിന് വേണ്ടി ആദ്യം കൊല്ലപ്പെട്ട അപ്പസ്തോലൻ ആരാ? യാക്കോബാണ്. യേശുവിൻ്റെ നാമത്തിൽ അവസാനം വരെ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ആളാരാണ്? അപ്പസ്തോലന്മാർ യോഹന്നാനാണ്. അപ്പോൾ ഒരു തരത്തിൽ അവർ ചോദിച്ചത് അവർക്ക് കിട്ടി. അവർ വിചാരിച്ച രീതിയിലല്ലെങ്കിലും ചോദിച്ചത് അവർ കർത്താവ് കരുണയോടുകൂടി അവർക്ക് കൊടുത്തു, ഇടത്തും വലത്തും. അല്ലെങ്കിൽ യേശുവിൻ്റെ പാനപാത്രം കുടിക്കാനും അവൻ്റെ സഹനങ്ങളിൽ പങ്കുചേരാനുമുള്ള കൃപ. അപ്പോൾ ഈ സമയത്ത് നമ്മളിനി ഈ പശ്ചാത്തലത്തിൽ വായിക്കേണ്ട ഒരു സങ്കീർത്തനമാണ്. ഏതാണ്? 22-ാം സങ്കീർത്തനം. ഇപ്പോൾ വായിക്കേണ്ട, ഒരു സെൻറ്റൻസ് കൂടെ നമ്മൾ വായിച്ചിട്ട് നമുക്ക് 22-ാം സങ്കീർത്തനം വായിക്കണം. അപ്പോൾ അടുത്ത വാക്യം വായിക്കാം. 33-ാമത്തെ വാക്യം വായിക്കാം. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ എത്ര മണി മുതൽ എത്ര മണി വരെ? 6-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മണിയാണ്? നമ്മുടെ മണി, ഇന്ത്യൻ മണി 12 മണി. 9-ാം മണിക്കൂർ എന്ന് പറഞ്ഞാലോ 3 മണി. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ച തിരിഞ്ഞ് 3 മണി വരെ, 3 PM വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, എലോയ് എലോയ് ലാമാ സബക്താനി. അതായത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? നമ്മൾ ഇവിടെ ഒരല്പസമയം നിൽക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു നിലവിളിയാണ്. അപ്പോൾ അന്ധകാരം എത്ര മണി മുതൽ എത്ര മണി വരെ? ഉച്ചയ്ക്ക് 12 മുതൽ ഉച്ചതിരിഞ്ഞ് 3 മണി വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. അന്ധകാരം. 3 മണിയായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, എലോയ് എലോയ് ലാമാ സബക്താനി.
യേശു ദൈവത്തെ വിളിക്കുന്നത് എങ്ങനെയാണ് എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത്? പിതാവേ, പിതാവേ. ഇവിടെയാണ് നമ്മൾ യേശു ദൈവത്തെ ഒരുപക്ഷെ ആദ്യമായിട്ട് ദൈവമേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒന്ന് നിന്നിട്ട് നമ്മൾ കുറച്ച് പുറകോട്ട് പോകണം. പുറകോട്ട് പോകുമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ വാക്യം എടുത്താൽ വായിക്കണം. മർക്കോസ് 14:34 മുതൽ ഗെത്സമൻ തോട്ടത്തിലെ ഈശോയുടെ അനുഭവമാണ്. മർക്കോസ് 14:34 മുതൽ വായിച്ചേ. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു, നിങ്ങളിവിടെ ഉണർന്നിരിക്കുവിൻ. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്തു വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, അപ്പാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്, ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. അപ്പോൾ ഈശോ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചത് എന്താണ്? കഴിയുമെങ്കിൽ ആ മണിക്കൂർ, പാനപാത്രമല്ല, ആ മണിക്കൂർ. ഇപ്പം ഞാൻ ഈ ഭാഗം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അതായത് എത്രയോ മനുഷ്യർ യേശുവിൻ്റെ നാമത്തെ പ്രതി കൊല്ലപ്പെടാനുള്ള ഭാഗ്യം കിട്ടിയപ്പോൾ അവർ ധൈര്യപൂർവം മരണത്തെ ആശ്ലേഷിച്ച സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? മരണം വന്നിങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ വിശുദ്ധ ലോറൻസ് അദ്ദേഹത്തെ ഇങ്ങനെ വറചട്ടിക്കകത്തോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പം പകുതി വെന്തിട്ടുണ്ട് രാജാവേ, ഇനി തിരിച്ചിട്ടുള്ളൂ, ഹാഫ് ഡൺ, ഇനി മുഴുവൻ ശരിയാക്കാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ മരിച്ച ആളുകളുടെ ചരിത്രമുള്ള സഭയാണ് തിരുസഭ. അപ്പോൾ യേശുവിൻ്റെ നാമത്തെ പ്രതി മരിക്കാൻ ഭാഗ്യം കിട്ടുമ്പോൾ അസാധാരണമായ ധൈര്യം പ്രകടിപ്പിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചരിത്രം നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ നമ്മൾ ഈ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് വായിക്കുമ്പോൾ നമുക്കൊരല്പം വിഷമം തോന്നും. കർത്താവേ, നിന്നെ പ്രതി എത്രയോ പേര് ധൈര്യത്തോടെ മരിച്ചു, നീ ഇങ്ങനെ വെപ്രാളപ്പെടുന്ന എന്തിനാ? ശരിയല്ല എൻ്റെ ചോദ്യം? ഈ കർത്താവ് ഇത്ര വേവലാതിപ്പെടാൻ എന്താ കാര്യം? കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരണേ, ആ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. നിങ്ങൾ നല്ല ചോദിക്കുക, ഒരു ഭീരുവിനെ നിങ്ങൾ കാണുന്നില്ലേ ഇതിനകത്ത്? എ കവാർഡ്, ഭീരു, ഭയം. അയ്യേ, നമ്മൾ ഇത്രയും നാൾ പരിചയിച്ച യേശുവുമായിട്ട് ഇതൊരു ബന്ധമില്ലാത്ത നേച്ചറാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോഴാണ് നമ്മൾ ചോദ്യം ചോദിക്കേണ്ടത്, അപ്പോൾ യേശു എന്തിനാ ഈ ഭയപ്പെട്ടത്? യേശു യഥാർത്ഥത്തിൽ ഭയപ്പെട്ടത് മരണത്തെയാണോ? അല്ല. അവിടെയാണ് നമുക്കൊരു ചെറിയ സമസ്യയുടെ കുരുക്കഴിക്കാനുണ്ട്. യഥാർത്ഥത്തിൽ യേശു ഭയപ്പെട്ടത് എന്തിനെയായിരുന്നു? യഥാർത്ഥത്തിൽ യേശു വെപ്രാളപ്പെട്ടത് ഒരു മണിക്കൂറിനെ ഓർത്തിട്ടാണ്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് എന്നല്ല, ഒരു പർട്ടിക്കുലർ മോമെൻറ്റ്, കുറച്ച് സമയം. ആ സമയത്തെ യേശു ഭയപ്പെട്ടു. ആ സമയത്തെ ഓർത്ത് കർത്താവ് വേവലാതിപ്പെട്ടു. ആ മണിക്കൂർ, സേവ് മീ ഫ്രം ദാറ്റ് അവർ. ഏതാണ് ആ മണിക്കൂർ? ഇപ്പം നമ്മൾ വായിച്ചില്ലേ നേരത്തെ? ഏതാ? 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. അന്ധകാരം. ഇതെന്താ അന്ധകാരം എന്നറിയാമോ? അതായത് പിതാവും പുത്രനും സത്തയിലൊന്നാണ്, അവരൊരിക്കലും വേർപിരിഞ്ഞിട്ടില്ല. അപ്പനുമായി ഈശോ അസ്തിത്വത്തിൽ ഒരിക്കലും വേർപെട്ടിട്ടില്ല. എന്നാൽ മാനവകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങളും തന്നിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞപ്പോൾ കുരിശിൽ ആ മാനവകുലത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുമ്പോൾ ഈശോ കുറച്ച് നിമിഷങ്ങളിലേക്ക് പിതാവുമായി വേർപെട്ടു പോകുന്ന, മനുഷ്യബുദ്ധിക്കൊരിക്കലും മനസ്സിലാക്കാനാവാത്ത ഒരു മഹാവേദന അനുഭവിച്ചു. അതിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിക്കാമോ എന്നാണ് ഈശോ കരഞ്ഞുകൊണ്ടിരുന്നത്. മണിക്കൂറെന്ന് മനസ്സിലായോ? പിതാവിൽ നിന്ന് വേർപെടുന്നൊരു സമയം. ഇവിടെ പിതാവിൽ നല്ലല്ലോ വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? അന്ധകാരം. നിങ്ങൾ കണ്ടോ ആ വാക്ക്? അന്ധകാരം. അത് എവിടുത്തെ അന്ധകാരമാണ്? അത് നരകത്തിലെ അന്ധകാരമാണ്. ഈശോ നരകത്തിൻ്റെ യാഥാർത്ഥ്യം അനുഭവിക്കുകയാണ്. പാപി അനുഭവിക്കേണ്ട നരകത്തിലെ വേദന ഈശോ ഏതാനും മണിക്കൂറുകൾ അനുഭവിക്കുകയാണ് ഇവിടെ. എന്ന് പറഞ്ഞാൽ എന്താ നരകം? ദൈവത്തിൽ നിന്ന് വേർപെട്ട അവസ്ഥയുടെ പേരാണ് നരകം. ദൈവത്തോട് ഒരിക്കലും ഒന്നാവാൻ പറ്റില്ല എന്ന വേദനയാണ് നരകം. നരകം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവമില്ല, അതാ നരകം.
അപ്പോൾ ഒരു ആത്മാവിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ വേദനയാണ് നരകവേദന. അതാണ് അന്ധകാരം. ആ അന്ധകാരം വ്യാപിച്ചപ്പോൾ, 12 മുതൽ 3 മണി വരെ അന്ധകാരം വ്യാപിച്ചപ്പോൾ, യഥാർത്ഥത്തിൽ ഈശോ, നമ്മൾ പറയുന്നില്ലേ കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങി. എപ്പോഴേ ഇറങ്ങിയേ? ഈശോ മരണത്തിന് ശേഷം അല്ലേ? പാതാളത്തിലേക്ക് പറഞ്ഞാൽ മരിച്ചവരുടെ സ്ഥലത്തേക്ക് ഇറങ്ങിയെന്നാണ്. ശരിക്കും ഹെല്ലിലേക്ക് പോയെന്നല്ല, പാതാളത്തിലേക്ക് പോയെന്നാണ്. നരകത്തിലേക്ക് പോയെന്നല്ല, മറിച്ച് മരിച്ചവർ അന്ത്യവിശ്രമം കൊണ്ടിരുന്ന അവരുടെ ആ മരണതീരത്തേക്ക് പോയെന്നാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്തുവാട്ടെ, ഇവിടെ യഥാർത്ഥത്തിൽ ഈശോ നരകത്തിൻ്റെ ആ ഭീകരത അനുഭവിക്കുന്നത് മരിച്ചതിന് ശേഷമല്ല, മരിക്കുന്നതിന് മുമ്പാണ്. ആ മണിക്കൂറിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ അപ്പാ, എനിക്ക് ഈ പറ്റുമെങ്കിൽ ആ പാനപാത്രം ഒന്ന് മാറ്റി തരണേ, അതാ പറയുന്നത്. അപ്പോൾ ഈ മണിക്കൂറിനെയാണ് ഈശോ ഭയപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ വിളിച്ച് പറയുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചത്? എന്തുകൊണ്ട്? ലോർഡ്, മൈ ഗോഡ്, വൈ ഹാവ് യു അബാൻഡൻഡ് മീ? എന്നെ നീ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? എന്നെ നീ തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ട്? അപ്പോൾ ഈ വേദനയാണ് ഇനി എടുക്കാം. 22-ാം സങ്കീർത്തനം. 22-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വേദനയാണ്. നമുക്കത് വായിക്കാം. വായിച്ച്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? ഒരു നിമിഷം ശ്രദ്ധിച്ചേ. അതായത് കുരിശേ കിടക്കുന്ന ഒരാൾക്ക് സത്യത്തിൽ ഒരു വാക്ക് പറയണമെങ്കിൽ അയാൾ എന്തെന്നറിയാമോ? ഈ കാല് കുരിശിൻ്റെ ആ പടിയിലോട്ട്, കാല് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ചെറിയൊരു പടി പോലൊരു സാധനമുണ്ട്, അതേലോട്ട് ഇങ്ങനെ നന്നായിട്ട് ഊന്നിയിട്ട് ഇങ്ങനെ പൊങ്ങണം, എങ്കിലേ ശ്വാസം എടുക്കാൻ പറ്റൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരാളുടെ മുഴുവൻ വെയിറ്റും അയാളുടെ കയ്യിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ശ്വസിക്കാൻ പറ്റില്ല, ദേഹം മുഴുവൻ നുറുങ്ങുന്ന വേദനയാണ്. അപ്പോൾ ഇയാൾ ശരിക്കും കുരിശേ കിടക്കുന്ന ആൾ മരിക്കുന്നത് ഈ മുറിവിൽ നിന്ന് രക്തം വാർന്നൊഴുകി മാത്രമല്ല, പലരും മരിക്കുന്നത് ശ്വാസം മുട്ടിയാണ് മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാണുന്നില്ലേ, സാബത്തിൻ്റെ തലേ ദിവസം ഈ പട്ടാളക്കാർ വന്നിട്ട് ഇവർ മരിക്കാൻ വേണ്ടി അവരുടെ കണങ്കാലുകൾ തകർക്കുന്നു. കണങ്കാല് തകർക്കുന്നത് എന്തിനാ? ഈ കാലയിൽ ഇങ്ങനെ പ്രഷർ കൊടുത്ത് ശ്വസിക്കാതിരിക്കാൻ വേണ്ടിയാണ് കണങ്കാലടിച്ച് തകർക്കുന്നത്, പെട്ടെന്ന് മരിക്കാൻ വേണ്ടിയാണ്. ഈശോ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു എന്ന് കണ്ടതിനാൽ അവൻ്റെ കണങ്കാല് തകർത്തില്ല, കാരണം അവൻ ഓൾറെഡി മരിച്ചു. അപ്പോൾ കുരിശേ കിടക്കുന്ന ഒരാൾ ശ്വസിക്കാൻ പാടാണ്. അപ്പോൾ അതിന് അവർ പറയുന്നത്, മെഡിക്കലി പറയുന്നത്, ഈ ശ്വാസകോശത്തിൽ വെള്ളം കെട്ടിയാണ് മരിക്കുന്നത്. അതുകൊണ്ടാണ് പട്ടാളക്കാരൻ കുത്തിയപ്പോൾ അതിൽ നിന്ന് രക്തവും വെള്ളവും ചീറ്റി എന്ന് പറയുന്നില്ലേ, അതങ്ങനെ ചീറ്റും, കാരണം രക്തവും വെള്ളവും ഇങ്ങനെ ശ്വാസകോശത്തിൽ കെട്ടിക്കിടക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? അപ്പോൾ ശ്വസിക്കാൻ തന്നെ പാടാണ്. അപ്പോൾ ഒരാളൊരു വാക്ക് പറയണം. കുരിശിലെ 7 മൊഴികളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അതിലെ ഓരോ മൊഴിയും വായിക്കുമ്പോൾ, ഈശോയുടെ ഓരോ പ്രസ്താവനയും വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എക്സ്ക്രൂഷിയേറ്റിംഗ് എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. എക്സ്ക്രൂഷിയേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുരിശ് തറയ്ക്കുന്നത് പോലത്തെ വേദന എന്നാണ്. അത്ര ഭയാനകമായ വേദനയെക്കുറിച്ച് ഉപയോഗിക്കുന്ന വാക്കാണ് എക്സ്ക്രൂഷിയേറ്റിംഗ്. അപ്പോൾ ആ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിനാണ് കുരിശേ കിടന്നിട്ടൊരു വാക്ക് പറയണമെങ്കിൽ ഈശോ അനുഭവിക്കേണ്ടത്. അപ്പോൾ ആ സമയത്താണ് കർത്താവ് ഈ ഓരോ വാക്കും പറഞ്ഞതെന്ന് നമ്മൾ ഓർക്കണം. ഈ സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യമൊക്കെ ഈശോ പാടുന്നത് മരണകരമായ വേദന അനുഭവിച്ചുകൊണ്ടാണ്. വായിച്ചേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? എൻ്റെ ദൈവമേ, പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിക്കുന്നു, അങ്ങ് കേൾക്കുന്നില്ല. രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ്. അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു, അവർ അങ്ങയിൽ ശരണം വെച്ചു, അങ്ങ് അവരെ മോചിപ്പിച്ചു. അങ്ങയോടവർ നിലവിളിച്ചപേക്ഷിച്ചു, അവർ രക്ഷപ്പെട്ടു. അങ്ങയെ അവർ ആശ്രയിച്ചവർ ഭഗ്നാശരായില്ല. എന്നാൽ ഞാൻ മനുഷ്യനല്ല, കൃമിയത്രേ, മനുഷ്യർക്ക് നിന്ദാപാത്രവും ജനത്തിന് പരിഹാസ വിഷയവും. കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു. അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു. അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ, അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ, അവിടുന്ന് അവനെ സ്വതന്ത്രനാക്കട്ടെ, അവനിൽ അവിടുത്തെ പ്രസാദമുണ്ട്. ഇതൊക്കെയല്ലേ ഇപ്പം നടന്നേ? ലിറ്ററലി യേശുവിൻ്റെ കുരിശുമരണ സമയത്ത് നിറവേറിയ സങ്കീർത്തനമാണ് 22-ാം സങ്കീർത്തനം, അക്ഷരാർത്ഥത്തിൽ. അപ്പോൾ കാണുന്നവരെല്ലാം അവനെ പരിഹസിക്കുകയാണ്.
വാക്യം 9. എങ്കിലും അവിടുന്നാണ് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നത്. മാതാവിൻ്റെ മാറിടത്തിൽ എനിക്ക് സുരക്ഷിതത്വം നൽകിയതും അവിടുന്നത്രേ. അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത്. മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അവിടുന്നാണ് എൻ്റെ ദൈവം. എന്നിൽ നിന്ന് അകന്നു നിൽക്കരുതേ. ഇതാ ദുരിതം അടുത്തിരിക്കുന്നു, സഹായത്തിന് ആരുമില്ല. കാളക്കൂറ്റന്മാർ എന്നെ വളഞ്ഞിരിക്കുന്നു, ബാഷാൻ കാളക്കൂറ്റന്മാരനെ ചുറ്റിയിരിക്കുന്നു. ആർത്തിയോട് അലറിയെടുക്കുന്ന സിംഹം പോലെ അവ എൻ്റെ നേരെ വായ് പിളർന്നിരിക്കുന്നു. ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ. എൻ്റെ സന്ധിബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നു, എൻ്റെ ഹൃദയം മെഴുകുപോലെയായി. അപ്പോൾ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ 17-ാമത്തെ വാക്യം, എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. അവർ എന്നെ തുറിച്ചു നോക്കുന്നു. വാക്യം 18 ഉറക്കെ വായിച്ചേ. അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു, എൻ്റെ അങ്കിക്കായി. മനസ്സിലായോ? ഇതെല്ലാം ലിറ്ററലി ദാവീദ് പ്രവചിച്ച അഭിഷിക്തൻ, നിസ്സഹായനെ പോലെ അവഹേളിക്കപ്പെട്ട് കുരിശിൽ കിടക്കുന്ന, പിടഞ്ഞ് മരിക്കുന്ന, മരണതുല്യം ആയിരിക്കുന്ന ആ അഭിഷിക്തൻ താനാണെന്ന്. എന്തിനാ ഇത് ഈശോ ഇപ്പോൾ ഈ സങ്കീർത്തനം പാടിയേ? പറ. പരിഹസിച്ചല്ലോ താഴെ എന്ന് കുറേ പേര്. അവർക്കുള്ള മറുപടിയാണിത്. അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദാവീദ് പ്രവചിച്ചില്ലേ? ഇതിൻ്റെ അവസാനം എന്താണ്? ഈ 22-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനം എന്താ? താഴോട്ട് വരുമ്പോൾ എന്താ? അതായത് ഭൂമിയിലെ അഹങ്കാരികൾ അവിടുത്തെ മുൻപിൽ കുമ്പിടും, ജീവൻ പിടിച്ചു നിർത്താനാവാതെ പൊടിയിലേക്ക് മടങ്ങുന്നവർ അവിടുത്തെ മുമ്പിൽ പ്രണമിക്കും, പുരുഷാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും. അവർ ഭാവി തലമുറയോട് കർത്താവിനെക്കുറിച്ച് പറയും, ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്ന് അവർ പറയും. അതായത് ഈശോയുടെ പ്രമാണിമാരോടും പുരോഹിതന്മാരോടുമുള്ള മറുപടിയാണിത്. ഞാനിപ്പോൾ നിങ്ങൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ ഇറങ്ങി വരാതെ, നിങ്ങൾ സ്വയം രക്ഷിക്കുക എന്ന് പറയുമ്പോൾ രക്ഷിക്കാതെ, ഇങ്ങനെ കുരിശിൽ കിടക്കുന്നതിനെ പറ്റി നിങ്ങളുടെ പിതാവായ ദാവീദ്, എൻ്റെ പിതാവായ ദാവീദ് പാടിയിട്ടുണ്ട് സങ്കീർത്തനത്തിൽ. ആ സങ്കീർത്തനം പറയുന്നത് പോലെ നാളെ ഒരു നാളിൽ നിങ്ങൾ പറയും, ഇങ്ങനെ കിടന്നതാണ് ഞങ്ങൾക്ക് മോചനം നേടിത്തന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഇത് പാടിയേ. ഈശോയെ പരിഹസിച്ച മുഴുവൻ ആളുകൾക്കുമുള്ള മറുപടിയാണിത്. ഇങ്ങനെ കിടന്നാലും ഇങ്ങനെ കിടക്കുന്നതാണ് നാളെ നിങ്ങൾക്ക് രക്ഷ നേടിത്തരാൻ പോകുന്നത്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ കുരിശ് മരണമാണ് ഞങ്ങളെ വീണ്ടെടുത്തത് എന്ന് എല്ലാ ദിവസവും വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നവരാണ് ഞങ്ങൾ. കർത്താവേ, അവിടുന്ന് നേടിത്തന്ന രക്ഷയുടെ വിലയും വലിപ്പവും മൂല്യവും ഒരിക്കലും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോവാതിരിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു.